ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. റൂബ്രിക്സ് അഥവാ കർമ്മവിധി തക്സയിൽ എഴുതിയിട്ടില്ലെങ്കിൽ റിച്വൽസ് ആൻഡ് റൂബ്രിക്സ് മെത്രാന് തോന്നുംപടി മാറ്റാമോ? അവ വെറും ആചാരം മാത്രമാണോ? ലത്തീൻ സഭയിൽ മെത്രാന്മാർക്ക് ഇല്ലാത്ത എന്താണ് സീറോ മലബാർ സഭയിലെ മെത്രാന്മാർക്കുള്ളത്? എന്നോട് ചില ചോദ്യങ്ങൾ ചോദിച്ച ആ ചോദ്യത്തിൻ്റെ ഒരു രത്നച്ചുരുക്കാണ് ഞാനിപ്പോൾ അവതരിപ്പിച്ചത്. അവർ ചോദിച്ച ചോദ്യം ഇങ്ങനെയാണ്: അച്ചോ, പരമ്പരാഗതമായി പിന്തുടരുന്ന ചില റൂബ്രിക്സ് തക്സയുടെ പുതിയ പതിപ്പിൽ വ്യക്തമായി പറഞ്ഞിട്ടില്ലെങ്കിൽ ആ രീതികളിൽ മാറ്റം വരുത്താൻ മേലധ്യക്ഷന് അധികാരമുണ്ടോ? വിശേഷിച്ചും ആരാധനാക്രമ നിയമങ്ങളിൽ വ്യക്തമായി എഴുതാത്ത ഒരു റൂബ്രിക്സ്, എന്നാൽ സജീവമായ ആരാധനാക്രമ പാരമ്പര്യത്തിന്റെ ഭാഗമായിട്ടുള്ള റൂബ്രിക്സ്, അത് മാറ്റം വരുത്താൻ മെത്രാന് അധികാരമുണ്ടോ? ലത്തീൻ സഭയിലെ മെത്രാന്മാർ എന്തുകൊണ്ടാണ് പ്രാദേശിക വികാരങ്ങൾ എന്നെല്ലാം പറഞ്ഞ് ഓരോ രൂപതയിലും ഓരോ തരത്തിൽ ഈ റൂബ്രിക്സ് അവതരിപ്പിക്കാത്തത്? അവർ എല്ലാം ഒരു പൊതു റൂബ്രിക്സ് പിന്തുടരുന്നത് എന്തുകൊണ്ട്? ലത്തീൻ സഭയിൽ മെത്രാന്മാർക്ക് ഇല്ലാത്ത എന്ത് അധികാരമാണ് സീറോ മലബാറിലുള്ളത്? ഈ ലത്തീൻ മെത്രാന്മാരും നമ്മുടെ മെത്രാന്മാരും നമ്മളെ വ്യത്യാസം ഞാൻ പെട്ടെന്ന് പറയാം. ലത്തീൻ മെത്രാന്മാർക്ക് അവരുടെ സഭയുടെ തനത് ദൈവശാസ്ത്രം, ലിറ്റർജി, അതെന്താണെന്ന് അറിയാം. അവരുടെ കൂറുണ്ട്, സ്നേഹമുണ്ട്. അതുകൊണ്ടത് മാറ്റിമറിക്കാൻ അവർ ശ്രമിക്കില്ല. അത് ഗംഭീരമാണെന്ന് അവർക്കറിയാം. രണ്ട്, അത് സ്വീകരിക്കാനുള്ള, അതായത് സഭ നൽകുന്നത് സ്വീകരിക്കാനുള്ള എളിമയുണ്ട്. ഈ രണ്ട് സംഗതികൾ സീറോ മലബാർ സഭയിലെ ബഹുഭൂരിപക്ഷം മെത്രാന്മാർക്കും ഇല്ല. രണ്ട് കൊമ്പുണ്ട് അവർക്ക്. ഒന്ന്, സഭയുടെ സംഘാതമായ വിജ്ഞാനത്തെക്കാൾ, പൈതൃകത്തെക്കാൾ വലുതാണ് എൻ്റെ വിശേഷ അധികാരം എന്നൊരു അഹങ്കാരം, ഒരു കൊമ്പാണത്. രണ്ട്, നമ്മുടെ സഭയുടെ പൈതൃകമോ അതിൻ്റെ ചരിത്രമോ അതിൻ്റെ തനത് ദൈവശാസ്ത്രമോ അതിൻ്റെ ലിറ്റർജിയോ അറിഞ്ഞുകൂടാ, അറിയാത്തതിനാലൊരു സ്നേഹമോ കൂറില്ല. അപ്പോൾ അടിസ്ഥാനപരമായി വിശ്വസ്തതയില്ല, എളിമയില്ല. അപ്പോൾ രണ്ട് കൊമ്പ് നിൽക്കുകയാണ്: അവിശ്വസ്തതയും, അറിവില്ലായ്മ എന്നുള്ള അവിശ്വസ്തതയും, പിന്നെ അഹങ്കാരവും. അതുകൊണ്ടാണ് നമ്മുടെ സഭ ഇത്ര നാളായിട്ടും നമ്മുടെ ലിറ്റർജി വേണ്ട വിധത്തിൽ പുനരുദ്ധരിക്കാൻ പറ്റാതെ നിൽക്കുന്നത്. നമുക്ക് ഈ ചോദ്യത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ചില സംഗതികളുണ്ട്. റിച്വൽസ് ആൻഡ് റൂബ്രിക്സ് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു സംഗതിയാണ്. റിച്വൽസ് ആൻഡ് റൂബ്രിക്സ് എന്താണ് ഈ റിച്വൽസ് ആൻഡ് റൂബ്രിക്സ് എന്ന് പറഞ്ഞാൽ? നമുക്ക് അതിൻ്റെ അർത്ഥം ആദ്യം ഗ്രഹിക്കാം. അപ്പോൾ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും ആർക്കാണ് എന്താണ് അധികാരം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കുറച്ച് എളുപ്പമുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കേണ്ടത് എന്താണ് റിച്വൽസ് ആൻഡ് റൂബ്രിക്സ്. റൂബ്രിക്സ് നമുക്ക് ആദ്യം പരിശോധിക്കാം. റൂബ്രിക്സ് ലത്തീനിലെ റൂബ്രിക്ക എന്ന വാക്കിൽ നിന്നാണ് റൂബ്രിക്സ് എന്ന വാക്ക് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത്. റൂബ്രിക്ക എന്ന വാക്കിന് ചെമ്മണ്ണ്, ചുവന്ന മണ്ണ്, കാവി മണ്ണ്, ഈ കാവി നിറമുള്ള മണ്ണില്ലേ, ചുവന്ന മണ്ണ്, അങ്ങനെയൊക്കെയാണ് അർത്ഥം. റെഡ് ഔഖ, OCRE, റെഡ് ഔഖ. അമേരിക്കൻ ഇംഗ്ലീഷിലാണെങ്കിൽ റെഡ് ഓഹർ, OCHRE, ഓഹർ. ചുവന്ന ചോക്ക്, അങ്ങനെ ആ അർത്ഥത്തിൽ ഉപയോഗിക്കും. ചുവന്ന മണ്ണ് എന്നാണ് ശരിക്കും അർത്ഥം. അപ്പോൾ റൂബർ എന്ന വാക്കിന് ലത്തീനിൽ ചുവന്നത് എന്നാണ് അർത്ഥം. അപ്പോൾ തടിയിലും മറ്റും അടയാളപ്പെടുത്താൻ വേണ്ടി പണ്ട് മണ്ണ് ഉപയോഗിച്ചിട്ട്, ചുവന്ന മണ്ണ് ഉപയോഗിച്ചിട്ട് അവരിങ്ങനെ അത് പതുക്കെ വെള്ളം ചേർത്ത് തടിയിലൊക്കെ ഇങ്ങനെ മാർക്ക് ചെയ്യുമായിരുന്നു, അടയാളപ്പെടുത്തുമായിരുന്നു. 13-ാം നൂറ്റാണ്ട് മുതൽ ലിറ്റർജി പുസ്തകങ്ങളിൽ ചുവന്ന മഷി ഉപയോഗിച്ചിട്ട് ചില സംഗതി രേഖപ്പെടുത്തി. ആ ചുവന്ന മഷിൽ രേഖപ്പെടുത്തുന്നതാണ് ഈ റൂബ്രിക്സ് എന്ന് പറയുന്നത്. റൂബ്രിക്സ് ചുവന്ന മഷിൽ രേഖപ്പെടുത്തുന്നത്. ഈ ചുവന്ന മഷിൽ രേഖപ്പെടുത്തുന്നത് പലരും വിചാരിക്കുന്നത് ഒരു പ്രായോഗികത കണക്കിലെടുത്തിട്ടാണ്. അതായത് ബ്ലാക്കിലാണ്, കറുത്ത അക്ഷരത്തിലാണ് സാധാരണ നമ്മൾ പ്രിന്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് മാറി കാണാനായിട്ട് ചുവന്ന അക്ഷരത്തിൽ എഴുതുന്നു എന്നാണ് പ്രായോഗികമായിട്ട്. അങ്ങനെ ഒരു ശരിയാണ്. പക്ഷെ അതിൽ കൂടുതൽ അർത്ഥമുണ്ട് ഈ ചുവന്ന അക്ഷരത്തിൽ അത് എഴുതാൻ. ഈ ക്രിസ്തുവിൻ്റെ ബലിയുമായി ബന്ധപ്പെട്ടതാണ് വിശുദ്ധ കുർബാന, ആൾത്താരിലെ ബലി എന്ന ഒരു പ്രതീതി ഉണർത്താനായിട്ട് ക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് എഴുതിയിരിക്കുന്ന പ്രായോഗിക നിർദ്ദേശങ്ങൾ, പ്രായോഗിക നിർദ്ദേശമല്ല, പ്രായോഗിക നിയമങ്ങൾ, അതിനെയാണ് റൂബ്രിക്സ് എന്ന് പറയണേ. കർത്താവിൻ്റെ
ചുവന്ന രക്തത്തെ പ്രതിഫലിക്കുന്ന അല്ലെങ്കിൽ പ്രതീകവൽക്കരിക്കുന്ന ചുവന്ന അക്ഷരം കൊണ്ട് തക്സയില് അല്ലെങ്കിൽ മിസലില് എഴുതിയിരിക്കുന്ന സംഗതിയാണ് റൂബ്രിക്സ്. ചുവന്ന അക്ഷരത്തിൽ കർത്താവിന്റെ രക്തത്തിന്റെ നിറത്തിൽ എഴുതപ്പെട്ടത്. അപ്പൊ ലിറ്റർജിയുടെ പശ്ചാത്തലത്തിൽ 13-ാം നൂറ്റാണ്ട് മുതലാണ് ഈ റൂബ്രിക്സ് ചുവന്ന അക്ഷരത്തില് നമ്മുടെ മിസൽ എന്ന് പറയുന്ന ലത്തീൻ സഭയിലെ ഈ തക്സ, സീറോ മലബാർ സഭയില് തക്സ എന്നാണ് പറയുക, മറ്റു ചില സഭയിൽ ടിപ്പിക്കോൺ എന്നൊക്കെ പറയും. ആരാധനയിൽ ദൈവജനവും ഡീക്കന്മാരും ശുശ്രൂഷകളും പുരോഹിതനും മെത്രാനും എന്ത് ചെയ്യണം? കൈകൾ വിരിച്ചു പിടിക്കണോ? കുമ്പിട്ട് നിൽക്കണോ? എത്രത്തോളം കുമ്പിടണം? എവിടെ നിൽക്കണം? എവിടെ പോകണം? ഇരിക്കണോ? നിൽക്കണോ? ഏത് തിരുവസ്ത്രം ഉപയോഗിക്കണം? ഏത് നിറമായിരിക്കണം? ഏത് തിരുസ്വരൂപം ഉപയോഗിക്കണം? എങ്ങനെയുള്ള പാത്രമാണ് വേണ്ടത്? ഒരു പ്രാർത്ഥന എങ്ങനെ ചൊല്ലണം? ഉയർന്ന സ്വരത്തിലോ താഴ്ന്ന സ്വരത്തിലോ സ്വകാര്യമായിട്ടോ? മധുബഹയുടെ എവിടെ നിൽക്കണം? ഏത് വശത്തേക്ക് പോകണം? മധുബഹയിലെ ക്രമം എങ്ങനെയായിരിക്കണം? ഹൈക്കല, കെസ്ട്രോമ, ബേമ, ഇങ്ങനെ ബേസ്കസ, ഇങ്ങനെയുള്ള സകല സംഗതികളും കൃത്യമായിട്ട് എഴുതിയിരിക്കുന്ന സംഗതികളെയാണ് റൂബ്രിക്സ് എന്ന് പറയുന്നത്. അതെല്ലാം എഴുതുന്നത് ചുവന്ന മഷിയിലാണ്. അതിനാൽ ഇതിനെ നിയമപുസ്തകം, നിബന്ധന പുസ്തകം, അനുഷ്ഠാന വിധി, കർമ്മവിധി എന്നെല്ലാം വിളിക്കുന്നു. കത്തോലിക്ക സഭയിൽ ഈ പറഞ്ഞ അനുഷ്ഠാനങ്ങൾ അല്ലെങ്കിൽ ആചാരങ്ങൾ വെറും ആചാരങ്ങളല്ല. വിശ്വാസം മാംസം ധരിക്കുന്ന കാണപ്പെടാത്ത വിശ്വാസം മാംസം ധരിക്കുന്ന സജീവമായ അടയാളങ്ങളാണ്. അതെന്തുകൊണ്ടാണ് മറ്റ് മതങ്ങളിൽ നിന്നും നമ്മുടെ മതത്തിൽ വ്യത്യാസമുണ്ടെന്ന് പറയണേ? മറ്റൊരു മതസ്ഥാപകനും മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്തിട്ടില്ല. ഈശോമിശിഹ മാത്രമാണ് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉത്ഥാനം ചെയ്ത് ദൈവപിതാവിന്റെ വലത്ത് ഭാഗത്തായിരുന്ന് മഹാപുരോഹിത ശുശ്രൂഷ ചെയ്യുന്നത്. അപ്പോൾ വീണ്ടെടുക്കപ്പെട്ട മനുഷ്യവംശത്തിന്റെ ഏക മഹാപുരോഹിതൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ട യേശുവാണ്. ആ യേശു മഹാപുരോഹിത ശുശ്രൂഷ സ്വർഗത്തിൽ ചെയ്യുന്നത് ഇപ്പോൾ ഭൂമിയിൽ സന്നിഹിതമാക്കുന്നത് ഈ അനുഷ്ഠാനങ്ങളിലൂടെയാണ്, സജീവമായ അടയാളങ്ങളിലൂടെയാണ്. അതിനാൽ അത് ആചാരമല്ല, വെറും അനുഷ്ഠാനമല്ല, വിശ്വാസം മാംസം ധരിക്കുന്ന സജീവമായ അടയാളമാണ്. നമ്മൾ സാധാരണമായും സംസ്കൃതമാണെന്ന് എനിക്ക് തോന്നുന്നു, യന്ത്ര മന്ത്ര തന്ത്ര എന്ന് പറയും. ഒരു കർമ്മം വിശുദ്ധ കർമ്മമാകാനായിട്ട് ഹിന്ദു മതത്തിൽ യന്ത്ര, പ്രോപ്പർ ഇൻസ്ട്രുമെന്റ്സ്, പിന്നെ യന്ത്ര മന്ത്ര, പ്രോപ്പർ പ്രാർത്ഥനകൾ ഇല്ലേ, വൈബ്രേഷൻസ്, പിന്നെ യന്ത്ര മന്ത്ര തന്ത്ര റിച്വൽസ് ആൻഡ് റൂബ്രിക്സ്. അത് ഏതൊക്കെ എങ്ങനെ ചെയ്താലാണ് ശരിയാകുക? അപ്പം അത് ഓരോന്നിനും ഒരു നിശ്ചിത രീതിയുണ്ട്. അപ്പോൾ അത് മറ്റ് മതങ്ങളിൽ ഉണ്ടെങ്കിൽ നമ്മുടെ മതത്തിൽ അത് കൂടുതൽ ശക്തമായിട്ടുണ്ട്. കാരണം ഞാൻ ആവർത്തിക്കുന്നു, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ഒരേ ഒരു വ്യക്തി ഈശോമിശിഹയാണ്. ഇന്നും ജീവിക്കുന്ന ഒരേ ദൈവമുണ്ടെങ്കിൽ അവൻ ഈശോമിശിഹയാണ്. അക്കാരണത്താൽ തന്നെ നമ്മുടേത് വെറും ഒരു ആചാരമോ അനുഷ്ഠാനമോ അല്ല. ദൈവത്തിന്റെ പരിശുദ്ധ റൂഹായുടെ ശക്തിയാൽ ഈശോമിശിഹ മഹാപുരോഹിതനായിരിക്കുന്ന ഈശോമിശിഹ അവന്റെ മഹാപുരോഹിത പ്രവൃത്തി ഇന്ന് ഇവിടെ നമുക്ക് വേണ്ടി സന്നിഹിതമാക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കർമ്മവിധിയാണിത്, ആരാധനാക്രമ കർമ്മവിധിയാണ്. അപ്പൊ റൂബ്രിക്സ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഏകദേശം. ചുവന്ന അക്ഷരത്തിൽ എന്ത് ചെയ്യണം, പുരോഹിതൻ എന്ത് ചെയ്യണം, ഡീക്കൻ എന്ത് ചെയ്യണം, മെത്രാൻ എന്ത് ചെയ്യണം, ദൈവജൻ എന്ത് ചെയ്യണം, ആ വക കാര്യങ്ങൾ എഴുതിയിരിക്കുന്ന, അതിൽ മാറ്റം വരുത്താൻ പാടില്ല. ഞാൻ പിന്നെ എന്തുകൊണ്ട് സീറോ മലബാർ സഭയിൽ കുറെ കാര്യങ്ങൾ മെത്രാന്മാർക്ക് കൊടുത്തിരിക്കുന്നു? എന്തുകൊണ്ടാണ് ലത്തീൻ സഭയിൽ ഇല്ലാത്തത് സീറോ മലബാർ സഭയിൽ വന്നിരിക്കുന്നു? വളരെ ലളിതമാണ് ഉത്തരം. എന്താണ്? ഈ 1968 പാറേക്കാട്ടിൽ പിതാവ് വത്തിക്കാനെ കബളിപ്പിച്ച് ഒരു കുർബാന തുടങ്ങി. അതിന്റെ പിന്നാലെ ഓരോരുത്തരും ഓരോ കുർബാന തുടങ്ങി. 6-7 തരം കുർബാന, മിനി മാസ്, ഭാരതീയ പൂജ, ഇങ്ങനെ തോന്നിയാസങ്ങൾ കത്തോലിക്ക സഭ സീറോ മലബാർ സഭയിൽ ആരംഭിച്ചു. അങ്ങനെ അത് പാടില്ലെന്ന് പറഞ്ഞ ഈ കൺസർവേറ്റീവ്സ്, യാഥാസ്ഥിതികന്നൊക്കെ മുദ്ര കുത്തപ്പെട്ട സഭയുടെ പാരമ്പര്യത്തെ ഇതുപോലെ കളയാൻ പാടില്ല, തോമാസ് ലീഗയിൽ നിന്നും മദ്ദായി മാറി സ്ലീഹന്മാരിനും കിട്ടിയതാണെന്ന് പറഞ്ഞ് അതിന് വിശുദ്ധമായി കണക്കാക്കണമെന്ന് പറയുന്ന ശരിക്കും സത്യവിശ്വാസികളെ ബ്രാൻഡ് ചെയ്ത്, ചങ്ങനാശ്ശേരി പക്ഷക്കാരന് ബ്രാൻഡ് ചെയ്ത്, ഈ അന്ന് എറണാകുളത്തുണ്ടായിരുന്ന കർദിനാൾ പാറേക്കാട്ടിൽ ലിറ്റർജിയിൽ തോന്നിവാസം ചെയ്തു. അതിന് തോന്നിവാസങ്ങൾ ആഗ്രഹിക്കുന്ന, അരാജകത്വം ആഗ്രഹിക്കുന്ന കുറെ പേര് കർദിനാൾ പാറേക്കാട്ടിന് പിന്നാലെ കൂടി. അങ്ങനെ അത് തെറ്റാണെന്ന് ഇല്ലേ
അപ്പോൾ അത് തെറ്റാണെന്ന് പറഞ്ഞപ്പോൾ അവരൊരു ഒരു വിഭജനം ഉണ്ടാക്കി വെച്ചു. ചങ്ങനാശ്ശേരി പക്ഷം, ഞങ്ങൾ എറണാകുളം പക്ഷം. അപ്പൊ ഇതിന് ഇവരെ ഒരുമിച്ച് നിർത്താൻ വേണ്ടി, അതായത് എറണാകുളം പക്ഷം എന്ന് പറയുന്നവരെ ഒരുമിച്ച് നിർത്താൻ വേണ്ടി കുറേ അധികാരങ്ങളും മെത്രാന്മാർക്ക് വിട്ടുകൊടുത്തു ഒരുമിച്ച് നിർത്താൻ വേണ്ടി. അവർ ഒരുമിച്ച് നിന്നോ? ഒരുമിച്ച് നിന്നില്ല. മെത്രാന്മാർക്ക് അമിതമായ അധികാരം കൈവരികയും ചെയ്തു. ആ അധികാരം വകതിരിവോടെ ഉപയോഗിക്കുന്നതിന് പകരം, വിവേകത്തോടെ ഉപയോഗിക്കുന്നതിന് പകരം, വിശേഷ അധികാരം എന്ന് പറയുന്നത് അവർ അധികാരം കാണിക്കാനുള്ള, ആധിപത്യം കാണിക്കാനുള്ള ഒരു ചാൻസ് ആയിട്ട് ഉപയോഗിച്ചു. അധികാരം കൊടുത്തിരിക്കുന്നത് എന്തിനാണ്? സഭയുടെ ഐക്യത്തെ മുൻനിർത്തിയാണ്, എല്ലാവരും കൂട്ടി യോജിപ്പിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയാണ്. അതിന് പകരം ഓരോ രൂപതയിലും ഓരോ രാജാക്കന്മാരെ പോലെ അവർ അധികാരം അവർ ഉപയോഗിക്കാൻ തുടങ്ങി. അതാണ് ഇപ്പോഴും ആ അനൈക്യം നിലനിൽക്കുന്നത്. അത് മാറാൻ വേണ്ടിയാണ് നമ്മൾ ഏകീകൃത രൂപം കൊണ്ടുവന്നത്. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം അതിലേക്ക്. അപ്പോൾ റൂബ്രിക്സിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കണം. ഇനി റിച്വൽ, ആ വാക്ക് നോക്കിയാൽ റിച്വൽ, റീത്ത് എന്ന വാക്കിൽ നിന്നാണ്, റീത്തോസ് എന്നാണ് ലത്തീനിൽ, റീത്തോസ്, അതിൽ നിന്നാണ് റിച്വൽ. റീത്തുമായി ബന്ധപ്പെട്ടതെന്നാണ് റിച്വൽ എന്ന വാക്കിനർത്ഥം. റിച്വൽ എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ഒരു അനുഷ്ഠാനം, ആചാരം. അല്ലല്ല, അങ്ങനെയല്ല. റീത്തുമായി ബന്ധപ്പെട്ടത്. എന്താണ് റീത്ത് എന്ന് പറഞ്ഞാൽ? ഒരു ലിറ്റർജിക്കൽ കുടുംബത്തെയാണ് റീത്ത് എന്ന് പറയുന്നത്. നമ്മൾ ശവത്തിൽ വെക്കുന്ന റീത്ത് അല്ല കേട്ടോ, RITE എന്നാണ്. മറ്റത് WREATH ആണ്. റീത്ത് എന്ന് പറഞ്ഞാൽ ലിറ്റർജിക്കൽ ഫാമിലി, ആരാധനാക്രമ കുടുംബം. നമുക്കറിയാം 6 ആരാധന കുടുംബങ്ങളാണ് കത്തോലിക്ക സഭയിലുള്ളത്, ഇല്ലേ? ലത്തീൻ ആരാധന ക്രമ കുടുംബം, ബൈസന്റയൻ, കൽദായ, അന്ത്യോക്യൻ, ഇങ്ങനെ നമുക്ക് 6 ലിറ്റർജിക്കൽ കുടുംബങ്ങളുണ്ട്. ആ 6 ലിറ്റർജിക്കൽ കുടുംബങ്ങളെയാണ് റീത്തുകൾ എന്ന് പറയുന്നത്. 24 സഭകൾ ഉപയോഗിക്കുന്നത് 6 ലിറ്റർജിക്കൽ കുടുംബങ്ങളിലെ ലിറ്റർജിയാണ്. അപ്പോൾ റീത്ത് എന്ന് പറഞ്ഞാൽ ഒരു ലിറ്റർജിക്കൽ കുടുംബമാണ്. ലത്തീൻ ലിറ്റർജിക്കൽ കുടുംബം, കൽദായ ലിറ്റർജിക്കൽ കുടുംബം, ബൈസന്റയൻ, അന്ത്യോക്യൻ. ഇങ്ങനെ ഇപ്പം മലങ്കര സഭയിൽ അന്ത്യോക്യൻ ലിറ്റർജിക്കൽ കുടുംബമാണ് അവർ എടുത്തിരിക്കുന്നത്. അത് 1930 ഈ കത്തോലിക് സഭയിൽ നിന്ന് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അവർ സീറോ മലബാർ സഭയിൽ ചേരുന്നതിന് പകരം ഒരു പുതിയ സഭയായിട്ട് ചേർന്നു. അതാണ് സീറോ മലങ്കര 1930. അപ്പോൾ സീറോ മലബാർ സഭയുടെ കുർബാന സ്വീകരിക്കേണ്ടതിന് പകരം അവർ അന്ത്യോക്യൻ സഭയുടെ കുർബാന സ്വീകരിച്ചു. അപ്പോൾ അന്ത്യോക്യൻ റീത്ത്. നമ്മുടേത് കൽദായ റീത്താണ്. കൽദായ റീത്ത് എന്ന് പറഞ്ഞാൽ കൽദായ ലിറ്റർജിക്കൽ ഫാമിലിയാണ്. ലത്തീൻ സഭയിൽ ഉപയോഗിക്കുന്നത് ലത്തീൻ റോമൻ റീത്താണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു റീത്തുമായി ബന്ധപ്പെട്ട ആചാരങ്ങളെയാണ് റിച്വൽ എന്ന് പറയണേ. അല്ലാതെ എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളെയും അല്ല, ഓരോ റീത്തുമായി ബന്ധപ്പെട്ടത്. റൈറ്റ്, റിച്വല്. റൈറ്റ് എന്ന് പറഞ്ഞാൽ RITE, റൈറ്റ്. ആ റൈറ്റുമായിട്ട് ബന്ധപ്പെട്ട, റീത്തുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളെ റിച്വൽസ് എന്ന് പറയും. ഓരോ സഭയുടെയും പരസ്യമായ ദൈവാരാധനയാണ് ലിറ്റർജി. സഭയുടെ പരസ്യമായ ആരാധനയാണ് ലിറ്റർജി. ബലി മാത്രമാണ് ആരാധന. ദൈവത്തിന് ചേർന്ന ആരാധന ബലി മാത്രമാണ്. അതുകൊണ്ട് പഴയ നിയമത്തിൽ ഇത്രമാത്രം ബലികൾ ഉണ്ടായത് അത് വരാനിരുന്ന ഒരേ ഒരു ബലിയുടെ നിഴൽ രൂപങ്ങളായിരുന്നു. അപ്പം ദൈവത്തെ ആരാധിക്കുന്നത് ബലിയിലൂടെയാണ്, ബലിയിലൂടെ മാത്രമാണ്. ഈ സ്തുതിപ്പും പ്രാർത്ഥനയും കൈകൊട്ടിക്കളിയും ഒക്കെ ആയിട്ട് പെന്തക്കോസ്തകാരും യഹോവ സാക്ഷികൾ, അതൊന്നും ദൈവാരാധനയല്ല, അത് പ്രൈസ് ആൻഡ് വർഷിപ്പാണ്, ആരാധനയല്ല. ആരാധന എന്ന് പറഞ്ഞത് ബലി മാത്രമാണ്. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ ഇത്രമാത്രം ബലികൾ ഉണ്ടായിരുന്നു. വരാനിരുന്ന ഏക ബലിയുടെ ഒരു മുൻ ആസ്വാദനമായിരുന്നു. ആ ബലി കർത്താവ് ഈ കുരിശിൽ അർപ്പിക്കുന്നതിന് മുൻപ് അത് മുൻകൂറായി അന്ത്യത്താഴത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ചിന്തപ്പെടുന്ന രക്തം, ഇത് ചിന്തപ്പെടുന്ന പിറ്റേ ദിവസം, പക്ഷെ മുൻകൂറായി കൊണ്ടുവരികയാണ് അന്ത്യത്താഴത്തിൽ. നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെടുന്ന പിറ്റേ ദിവസം, പക്ഷെ അത് മുൻകൂറായി കൊണ്ടുവരികയാണ് അന്ത്യത്താഴത്തിൽ. എന്നിട്ട് പറഞ്ഞു, ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുക. ഏത്? ഈ മുറിക്കലും ചിന്തപ്പെടലും. അതുകൊണ്ടാണ് കർത്താവിൻ്റെ മരണത്തിൻ്റെ പ്രഖ്യാപനമാണ് ഓരോ ആൾക്കാരുടെ ഓരോ ബലിയും. ഇത് 1 കൊരിന്തോസ് 11-ാമത്തെ അധ്യായത്തിൽ പൗലോസിലേക്ക് പറയുന്നതാണ്, മാണിപ്രപഞ്ചം പറയുന്നതല്ല. അപ്പോൾ ഈ ബലി, അതായത് കുരിശിലെ ബലി അൾത്താരയിൽ ചെയ്യണമെന്ന് കർത്താവ് ഈശോമിശിഹാ തന്നെ കൽപ്പിച്ചത്. ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. അവൻ്റെ മരണം പ്രഖ്യാപിക്കണം, അവന് പ്രത്യാഗമനം വരെ എന്ന് തിരുവചനമാണ് നമ്മളോട് പറഞ്ഞത്. ഇത് അനുഷ്ഠിക്കാത്തവർ കത്തോലിക്കരല്ല. അവർ തിരുവചനത്തോട് അവർ ബഹുമാനം പുലർത്തുന്നുമില്ല. അവർ കത്തോലിക്ക വിരോധം വെച്ചിട്ട് നടക്കുന്നു. കുറച്ച് പേരെ, കത്തോലിക്ക സഭയുടെ വിരോധമുള്ള കുറച്ച് പേരെ അവർക്ക് കിട്ടുകയും ചെയ്യുന്നു. അതുകൊണ്ട് അവർ രക്ഷയുടെ ഉപകരണമാകില്ല. അപ്പോൾ ഓരോ റീത്തുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞല്ലോ 6 ലിറ്റർജിക്കൽ കുടുംബങ്ങളാണ് കത്തോലിക്ക സഭയിലുള്ളത്. ആ റീത്തുമായി ബന്ധപ്പെട്ട ആചാരങ്ങളുണ്ട്. റീത്തുസ് എന്ന വാക്കിനർത്ഥം സമ്പ്രദായം എന്നാണ്, കീഴ്വഴക്കം. അതിൻ്റെ രൂപം, അതിൻ്റെ ഉപയോഗം ഇൻഡോ യൂറോപ്യൻ ഭാഷയിലെ അർ എന്ന വാക്കിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്.
ആക്ഷരിക മറ്റും ഒരുമിച്ച് ചേർക്കുക എന്നാണ് അർത്ഥം. ഒരുമിച്ച് ചേർക്കുക. ഉചിതമായത് ഉചിതമായ ക്രമത്തിൽ ഉചിതമായ രൂപത്തിൽ ചേരുംപടി ചേർക്കുന്നതിനെയാണ് റിച്വൽസ് എന്ന് പറയണേ. ഓരോ റീത്തുമായി ബന്ധപ്പെട്ടത്, ആ റീത്തിന് ഉചിതമായത് ഉചിതമായ ക്രമത്തിൽ ഉചിതമായ രൂപത്തിൽ ഉചിതമായ സ്ഥലത്ത് ചേരുംപടി ചേർക്കുന്നതിനെയാണ് റിച്വൽ എന്ന് പറയുന്നത്. ഓരോ റീത്തുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ടും ഇല്ലേ, ഓരോ റീത്തിനും അതിന് തനത് ദൈവശാസ്ത്രമുണ്ട്. അവരുടെ വിശ്വാസമായി ഒത്തുപോകുന്ന കാര്യങ്ങളുണ്ട്. അത് ഉചിതമായ ക്രമത്തിൽ ഉചിതമായ രൂപത്തിൽ ഉചിതമായ ഭാവത്തിൽ ഉചിതമായ സ്ഥലത്ത് സഭ ചേർത്ത് വെച്ചിട്ടുണ്ട്. അതിനാണ് റിച്വൽ എന്ന് പറയുക. ആ റിച്വല്, ഓരോ റീത്തുമായിട്ടും ബന്ധപ്പെട്ട റിച്വല് അതെങ്ങനെ അനുഷ്ഠിക്കണമെന്ന് ചെയ്യുന്നതാണ് റൂബ്രിക്സ്. എഴുതി വെച്ചിരിക്കുന്നതാണ് റൂബ്രിക്സ്. ഇപ്പൊ കാര്യം ക്ലിയർ ആയി ഞാൻ വിചാരിക്കണം. ഓരോ റീത്തിന്റെയും ജീവരക്തമാണ് ലിറ്റർജി. ഓരോ റീത്തിന്റെയും സാക്രോസങ്ക്തും മുഞ്ചീലിയം എന്ന് പറയുന്ന ലിറ്റർജിയെ കുറിച്ചുള്ള 2ാമത്തെ സൂനദോസിന്റെ ഡോക്യുമെന്റ് ഞാൻ പറയണേ. ഓരോ റീത്തിന്റെയും ജീവരക്തമാണ് ലിറ്റർജി. ലിറ്റർജി ഇസ് ദ ലൈഫ് ബ്ലഡ് ഓഫ് ദ ലിറ്റർജി ഓഫ് ദ റൈറ്റ്. Liturgy is the lifeblood of the rite. Liturgy is the lifeblood of tradition and must be celebrated with the greatest fidelity to long-standing rituals. ഇത് സാക്രോസങ്ക്തും കൊഞ്ചീലിന്റെ ബേസിക് അടിസ്ഥാനം ഞാൻ പറയണേ. Liturgy is the lifeblood of tradition and must be celebrated with the greatest fidelity to long-standing rituals. കാലാകാലങ്ങളായി നിലനിൽക്കുന്ന ആചാരങ്ങളോട് അങ്ങേയറ്റം വിശ്വസ്ത പുലർത്തിക്കൊണ്ട് ആഘോഷിക്കേണ്ടതാണ്. ഈ പാരമ്പര്യത്തിന്റെ ജീവരക്തമാണ് ലിറ്റർജി. അതങ്ങനെ ആഘോഷിക്കേണ്ടതാണ്. ഈ ജീവരക്തം ഊറ്റിക്കളഞ്ഞ് ദിവസവും ഡയാലിസിസ് നടത്തി സഭയെ ഒരു ഹോസ്പിറ്റലിലെ പോലെ ആക്കുന്ന, രോഗാവസ്ഥയിലേക്ക് തള്ളിവിടുന്ന ഒരു സംവിധാനമാണ് ഇപ്പോ ഈ രൂപത അധ്യക്ഷന്മാർ പലരും ചെയ്യണേ. ജീവരക്തം ഊറ്റിക്കളഞ്ഞിട്ട് ഏതോ വേറെ രക്തം ഇങ്ങനെ കെട്ടി ഡയാലിസിസ് നടത്തുകയാണ്. എത്ര നാൾ ജീവിക്കും അത് ഇങ്ങനെ ഡയാലിസിസ് നടത്തിയിട്ട്? ശരിക്കും ജീവരക്തം ഉള്ളപ്പോൾ ഉണ്ടായിട്ടാ പറയണേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ റിച്വൽസ് എന്ന് പറയുന്നത് റീത്തുമായി ബന്ധപ്പെട്ട്, ഓരോ റീത്തുമായി ബന്ധപ്പെട്ടതാണ്. അതിൻ്റെ ആചാരങ്ങൾ, അത് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് കൃത്യമായിട്ട് ചുവന്ന അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നതാണ് റൂബ്രിക്സ്. 7 കൂദാശകളിലൂടെ വിശ്വാസികൾ പരിപോഷിപ്പിക്കപ്പെടുകയാണ് അദൃശ്യമായ വരപ്രസാദം കൊണ്ട്, അതായത് ദൈവിക ജീവൻ കൊണ്ട്. ആ വരപ്രസാദത്തിന്റെ ദൃശ്യമായ അടയാളം ഓരോ റീത്തും ആചരിക്കുന്ന വിധം. ഇപ്പൊ നമ്മൾ ലത്തീൻ സഭയിലാണെങ്കിൽ റിച്വാലെ റൊമാനും എന്ന് പറയും. റോമൻ കത്തോലിക്ക സഭയുടെ, അതായത് ലത്തീൻ സഭയുടെ റിച്വൽസ് റിച്വാലെ റൊമാനും. അതുപോലെ സീറോ മലബാർ സഭയ്ക്ക് അതിന്റെ റിച്വൽസ് ഉണ്ട്. റിച്വൽസിൽ അന്തരമില്ലെങ്കിൽ പിന്നെ എല്ലാ സഭയും ഒരുപോലെ ഇരിക്കും. പിന്നെ എന്തിനാ പല സഭകള്? അപ്പൊ പറയാം അതിന് ഞങ്ങളും ചോദിക്കണേ. അപ്പൊ നമുക്ക് ഈശോമിശിയോട് ചോദിക്കണത് എന്തിനാണ് പത്രോസൻ മാത്രം തെരഞ്ഞെടുത്താൽ മതിയായിരുന്നില്ലേ? ഒരു സഭയാണ് കർത്താവ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ പത്രോസൻ മാത്രം തെരഞ്ഞെടുത്താൽ മതിയായിരുന്നില്ലേ? എന്തിനാ 12 പേരെ തെരഞ്ഞെടുത്തേ? എന്നിട്ട് എന്തിനാ 12 സ്ലീഹന്മാരുടെ മേൽ സഭ സ്ഥാപിച്ചത്? എഫേസ്യ ലേഖനം 2:10 ഞാൻ പറയണേ. പൗലോസ് ലീഗ പറയാണ്, അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിസ്ഥാനത്തിന്മേൽ അവൻ സഭ പണിതു. അപ്പസ്തോലന്മാരും പ്രവാചകന്മാർ എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ പ്രവാചകന്മാരല്ല, മറിച്ച് പൗലോസിനെ പോലെ ഒരു സ്ഥലത്ത് മറ്റു സ്ഥലത്ത് സഞ്ചരിച്ച് സുവിശേഷം പ്രഘോഷിക്കുന്നവരെയാണ് പുതിയ നിയമത്തിൽ പ്രവാചകന്മാർ എന്ന് പറയണേ. അപ്പോൾ അപ്പസ്തോലന്മാരും പൗലോസിനെ പോലുള്ള പ്രവാചകന്മാരുടെ മേലാണ് സഭ സ്ഥാപിച്ചത്. അപ്പസ്തോലന്മാർ എത്രയാ? 12 പേര്. അപ്പൊ എന്തിനാ 12? അപ്പോൾ പല ലിറ്റർജിക്കൽ ഫാമിലീസ് വേണം. അത് കർത്താവിന്റെ ആഗ്രഹമാണ്. അത് കർത്താവിന്റെ ആഗ്രഹത്തെ റദ്ദ് ചെയ്യാൻ നമുക്ക് ആർക്കെങ്കിലും അനുവാദമുണ്ടോ? അതുകൊണ്ട് ഓരോ റീത്തിൽപ്പെട്ടവരും ആ റീത്തിൽപ്പെട്ട ആചാരങ്ങളാണ് ചെയ്യേണ്ടത്. അതിനാണ് ആ സഭയുടെ റിച്വൽസ് എന്ന് പറയുന്നത്. ഞാൻ ആവർത്തിക്കുക, അതെങ്ങനെ ചെയ്യണമെന്ന് ചുവന്ന അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നതാണ് റൂബ്രിക്സ്. കത്തോലിക്ക സഭയിൽ ഓരോ റീത്തിന്റെയും വിശേഷപ്പെട്ട റിച്വൽസ് വെറും ഒരു മാനുഷിക പാരമ്പര്യമല്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആ സഭയുടെ വിശ്വാസം മാംസം ധരിക്കുന്ന അല്ലേ, അത് മാംസം ധരിച്ച് പ്രകാശിപ്പിക്കപ്പെടുന്ന, മറ്റുള്ള മുമ്പിൽ പ്രകാശിപ്പിക്കപ്പെടുന്ന രീതിയാണത്. ഓരോ സഭയ്ക്കും പ്രത്യേകമായിട്ടുള്ള റിച്വൽസ് ഉണ്ട്. അത് അനുഷ്ഠിക്കുന്നതിലൂടെയാണ് ആ സഭ സ്ഥാപിച്ച അപ്പസ്തോലനുമായി കൂട്ടായ്മ ഉണ്ടാകുന്നതും ആ അപ്പസ്തോലൻ നിയമിച്ച ഈശോയുമായി സംസർഗം ഉണ്ടാകുന്നതും. അത് വേണമെന്ന് ഈശോ നിശ്ചയിച്ചത് കൊണ്ടാണ്.
അവൻ ആ അപ്പസ്തോലനെ നിയമിച്ചത് കൊണ്ടും ആ അപ്പസ്തോലനെ അയച്ചത് കൊണ്ടുമാണ്. മാത്രമല്ല ആ സഭയുടെ ആ റീത്തിന്റെ ഐക്യം സൃഷ്ടിക്കുന്നതിൽ ഏറ്റവും നിർണായകമാണ് ആ സഭ, ആ ആരാധന കുടുംബം പിന്തുടരുന്ന റിച്വൽസ്. ആ റിച്വൽസ് ഇല്ലെങ്കിൽ പിന്നെ റീത്തില്ല, ലിറ്റർജിക്കൽ കുടുംബമില്ല, സഭയില്ല. അപ്പോൾ സീറോ മലബാർ സഭയുടെ റിച്വൽസ് ആഘോഷിക്കുന്നില്ലെങ്കിൽ, ആചരിക്കുന്നില്ലെങ്കിൽ, വിശ്വസ്തതാപൂർവ്വം ആഘോഷിക്കുന്നില്ലെങ്കിൽ ആ സഭയുടെ അസ്തിത്വം തന്നെ ഇല്ലാണ്ടാവും. ഇപ്പം നമ്മൾ ഈ വിദേശത്തൊക്കെ രൂപത സ്ഥാപിക്കണം, നമുക്ക് സ്വന്തമായിട്ട് രൂപത വേണം, പള്ളി വേണം എന്നൊക്കെ പറയുമ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്താണ്? ഞങ്ങളിൽ നിന്ന് അന്തരമായിട്ട് നിങ്ങൾക്ക് എന്തുണ്ട്? ഈ ഞങ്ങളുടെ ആചാരങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ എന്തിനാണ് നിങ്ങൾക്ക് വേറെ മെത്രാമാർ, എന്തിനാണ് രൂപത? അപ്പോൾ നമ്മുടേത് സീറോ മലബാർ സഭയുടേത് വേറിട്ട ആചാരങ്ങളാണ്. ഒരേ വിശ്വാസം, ഒരേ കൂതാശയമാണെങ്കിലും വേറിട്ട ദൈവശാസ്ത്രവും വേറിട്ട ആധ്യാത്മികതയും വേറിട്ട ലിറ്റർജിക്കൽ പാരമ്പര്യങ്ങളുമാണ്. അത് ഒട്ടും നഷ്ടപ്പെടാതെ സൂക്ഷിക്കണമെന്നുള്ളത് കത്തോലിക്ക സഭയുടെ വലിയ താല്പര്യമാണ്. കാരണം ഈ അദ്ദായിമാരെ സ്ലീഹന്മാരുടെ പേരിലുള്ള കുർബാനയോളം പൗരാണികതയുള്ള ഒരു ലിറ്റർജി കത്തോലിക്ക സഭയിൽ ഇല്ല. പക്ഷെ ഏറ്റവും കൂടുതൽ വികലമാക്കപ്പെട്ടത് ഇത് തന്നെയാണ്. അത് കൽദായ നാട്ടിലാണെങ്കിലും നമ്മുടെ നാട്ടിലാണെങ്കിലും. ഇനി ചോദ്യത്തിലേക്ക് വരാം. ഇപ്പം നിങ്ങൾക്ക് റിച്വൽസും റൂബ്രിക്സും തമ്മിൽ അന്തരം മനസ്സിലായി, അതിൻ്റെ പ്രാധാന്യം മനസ്സിലായി. ചോദ്യം നമ്മൾ ഒന്നുകൂടി ആവർത്തിക്കുക. എന്നോട് ചോദിച്ച ചോദ്യം, പരമ്പരാഗതമായി പിന്തുടരുന്ന ചില റൂബ്രിക്സ് തക്ഷയുടെ പുതിയ പതിപ്പിൽ വ്യക്തമായി പറഞ്ഞിട്ടില്ലെങ്കിൽ ആ രീതിയിൽ മാറ്റം വരുത്താൻ മേലധ്യക്ഷ അധികാരമുണ്ടോ? വിശേഷിച്ചും സജീവമായ ആരാധനക്രമ പാരമ്പര്യത്തിന്റെ ഭാഗമായിട്ടുള്ള ആചാരങ്ങൾ, റൂബ്രിക്സ്, അത് മാറ്റാൻ മേലധ്യക്ഷ അധികാരമുണ്ടോ? അധികാരമില്ല. വിശേഷ അധികാരം എന്ന് പറഞ്ഞത് ഈ സഭയിൽ സജീവമായ ആരാധനക്രമ പാരമ്പര്യത്തെ മാറ്റാനുള്ള അധികാരമല്ല. സീറോ മലബാർ സഭയിലെ ചില അതിരൂപതകളെ സാഹചര്യം മൂലമാണ് ഈ ചോദ്യം എന്നോട് ഉന്നയിച്ചതെന്ന് നിങ്ങൾക്കിപ്പോൾ ഇതിനകം മനസ്സിലായി കാണും. പൗരസ്ത്യ കാനോൻ നിയമം നിങ്ങൾക്ക് 27 മുതൽ 41 വരെ വായിക്കാം. പൗരസ്ത്യ സഭയിലെ അംഗങ്ങൾ എവിടെയായിരുന്നാലും ആ സഭയുടെ റീത്ത് നിശ്ചയിച്ചിരിക്കുന്ന റിച്വൽസ് ആണ് ആചരിക്കേണ്ടത്. ഓരോ സഭയുടെയും വിശേഷിച്ചുള്ള വിശുദ്ധ പാരമ്പര്യം, ആധ്യാത്മിക ലിറ്റർജി, അതനുസരിച്ച് വേണം എവിടെയാണെങ്കിലും ചെയ്യേണ്ടത്. ഏത് പ്രവാസി സ്ഥലത്താണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതിനാൽ അംഗീകരിച്ച തക്സിയിൽ അവ്യക്തതയോ അംഗീകരിക്കപ്പെട്ട തക്ത നിശബ്ദത പാലിക്കുകയോ ചെയ്യുന്ന സന്ദർഭങ്ങൾ ഉണ്ടെങ്കിൽ പൗരസ്ത്യ സഭയുടെ നിലപാട് ഇതാണ്: ആ ലിറ്റർജിക്കൽ പാരമ്പര്യം, ആ സഭയുടെ ലിറ്റർജിക്കൽ പാരമ്പര്യം പിന്തുടരണം. അതിന് ഇംഗ്ലീഷിൽ പറയുന്ന വാക്ക് എങ്ങനെയാണ്? ദ പാരന്റ് ലിറ്റർജിക്കൽ ട്രഡീഷൻ ഓഫ് ദ ചർച്ച്. ആ സഭയുടെ പാരന്റ്, അല്ലേ, അപ്പനായിരിക്കുന്ന, അതിൻ്റെ ഉത്ഭവമായിരിക്കുന്ന ലിറ്റർജിക്കൽ പാരമ്പര്യം എന്താണോ അത് തുടരണം. അപ്പോൾ ഒരു സ്ഥലത്ത് തക്സയിൽ നിശബ്ദതയുണ്ട് അല്ലെങ്കിൽ എഴുതിയിട്ടില്ല എന്ന് കരുതിയിട്ട് ആ സഭയുടെ പാരന്റ് ലിറ്റർജിക്കൽ ട്രഡീഷൻ ലംഘിക്കാൻ ഒരു മെത്രാനും അധികാരമില്ല. കാരണം ലിറ്റർജിയുടെ താഴെയാണ് മെത്രാൻ, ലിറ്റർജിയുടെ മുകളിലല്ല. ലിറ്റർജിയുടെ അധ്യക്ഷൻ മെത്രാൻ എന്നൊക്കെ പറയും. അത് ലിറ്റർജി സംരക്ഷിക്കാൻ വേണ്ടിയാണ്, മാറ്റിമറിക്കാൻ വേണ്ടിയല്ല. ഒരു വിശേഷ അധികാരം നൽകപ്പെടുന്നത് ലിറ്റർജിയുടെ നല്ല പാരന്റ് ലിറ്ററിക്കൽ ട്രഡീഷൻസ് സംരക്ഷിക്കാൻ വേണ്ടിയാണ്, നശിപ്പിക്കാൻ വേണ്ടിയല്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ, അതായത് ഒരു തക്സയിൽ കാര്യം എഴുതാൻ വിട്ടുപോയി, ഒരു സാങ്കേതികത്വമാണ് ശരിക്കും പറഞ്ഞാൽ. അതാ ലിറ്റർജിയുടെ ടെക്സ്റ്റ് തയ്യാറാക്കിയ ലിറ്റർജിക്കൽ കമ്മീഷന് ഒരു നോട്ടപ്പെശക്, ഒരു ഹ്യൂമൻ എറർ. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മെത്രാമാരെ നയിക്കേണ്ട പ്രമാണം എന്താണ്? ഈ കാനൺ 27 ആണെനിക്ക് തോന്നുന്നു. ട്രഡീഷൻ ഈസ് ദ ബെസ്റ്റ് ഇന്റർപ്രറ്റർ ഓഫ് ദ ലോ. ട്രഡീഷൻ ഈസ് ദ ബെസ്റ്റ് ഇന്റർപ്രറ്റർ ഓഫ് ദ ലോ. ദ ട്രഡീഷണൽ വേ എ റൈറ്റ് ഹാസ് ബീൻ സെലിബ്രേറ്റഡ് സെർവ്സ് ആസ് ദ ഗൈഡിംഗ് നോം. മെത്രാന്മാരെ നയിക്കേണ്ട നിയമം എന്ന് പറയുന്നത് ഒരു സഭയിൽ എങ്ങനെയാണോ റിച്വല് ഇതുവരെ അനുഷ്ഠിക്കപ്പെട്ടത് അതാണ്. ദ ട്രഡീഷണൽ വേ എ റൈറ്റ് ഹാസ് ബീൻ സെലിബ്രേറ്റഡ് സെർവ്സ് ആസ് ദ ഗൈഡിംഗ് നോം. കാനോൻ നിയമത്തിന് രൂപം കൊടുത്തപ്പോഴും ഇതേ നിലപാടാണ് കത്തോലിക്ക സഭ സ്വീകരിച്ചത്. കാനോൻ നിയമം എന്തുണ്ടായത്? ലത്തീൻ സഭയിലാണെങ്കിൽ 1917 എൻ്റെ ഓർമ്മ. ആദ്യത്തെ പുതുക്കിയത് 1983. സീറോ മലബാർ സഭയ്ക്ക് എപ്പോഴാണ് കാനോൻ ഉണ്ടായത്? 90-ലാണ് അല്ലേ? 90-ലാണ്ടല്ലേ? അപ്പൊ അതിനു മുമ്പ് സഭയിൽ നിയമം ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. എന്തായിരുന്നു നിയമം? പാരമ്പര്യം, വിശുദ്ധ പാരമ്പര്യം. വിശുദ്ധ പാരമ്പര്യമാണ് നിയമം. സഭയിലെ നിയമവാഴ്ച ഉണ്ടായിരുന്നത് കാനോൻ നിയമം ഉണ്ടായിരുന്നത് കൊണ്ടല്ല, വിശുദ്ധ പാരമ്പര്യം ഉണ്ടായിരുന്നത് കൊണ്ടാണ്. വിശുദ്ധ പാരമ്പര്യത്തിൽ നിന്നാണ് നിയമം ഉണ്ടായത്. ആ നിയമമാണ് മെത്രാന്മാർക്ക് അധികാരങ്ങൾ കൽപ്പിച്ചത്.
അതുകൊണ്ട് ആരാധനാ സമൂഹം അത് എങ്ങനെ ചെയ്തിരുന്നുവെന്നതാണ് വിശുദ്ധ പാരമ്പര്യം. ഞാൻ ആവർത്തിക്കുക, ആരാധനാ പാരമ്പര്യം അതെങ്ങനെ ചെയ്തിരുന്നുവെന്നതാണ് പാരമ്പര്യം. അതിനാൽ there is an obligation to preserve lawful liturgical rites and their established way of life, returning to ancestral ways if they have improperly fallen away. ഉചിതമല്ലാത്ത തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇതൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പൗരാണിക പാരമ്പര്യം വീണ്ടെടുക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് കടമയാണ്. There is an obligation to preserve lawful liturgical rites and their established way of life, returning to ancestral ways if they have improperly fallen away. ഇതിന് വേണ്ടിയിട്ടാണ് വിശേഷ അധികാരം മെത്രാന്മാർക്ക് കൊടുത്തിരിക്കുന്നത്. അല്ലാതെ ഈ സഭയുടെ പാരമ്പര്യങ്ങൾ നശിപ്പിക്കാനല്ല. The bishop is the custodian of the liturgical tradition, not the destroyer. ആ സഭയുടെ ലിറ്റർജിയുടെ പാരമ്പര്യങ്ങളെ സംരക്ഷിക്കാനും കൈമാറിക്കൊടുക്കാനും വേണ്ടിയാണ് മെത്രാൻ നിയമിച്ചിരിക്കുന്നത്, മെത്രാൻ അധ്യക്ഷനായിരിക്കുന്നത്, അത് നശിപ്പിക്കാനല്ല. അതിനാൽ നിയമാനുസൃതവും ജീവിതശൈലിയാൽ സുസ്ഥാപിതമായ ലിറ്റർജിക്കൽ ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് കത്തോലിക്ക മെത്രാൻ അതനുസരിച്ച് ചെയ്യണം. ആ സഭയിൽ കാലാകാലങ്ങളെ തുടരുന്ന ഒരു വിശുദ്ധ പാരമ്പര്യത്തെ, അതും ഒരു സൂയിയൂരി സഭയുടെ ന്യായമായ കീഴ്വഴക്കത്തെ ഒരു മെത്രാന്റെ വിശേഷാധികാരം ഉപയോഗിച്ചോ ഒരു മെത്രാപ്പോലിത്തയുടെ വിശേഷാധികാരം ഉപയോഗിച്ചോ റദ്ദാക്കാനോ മാറ്റിമറിക്കാനോ സാധ്യമല്ല. ചിലരങ്ങനെ ചെയ്യുന്നു. അതുകൊണ്ടാണ് ഈ ചോദ്യം വരുന്നത്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ദ ബിഷപ്പ് ഈസ് ദ കസ്റ്റോഡിയൻ ഓഫ് ദ ലിറ്റർജിക്കൽ ട്രഡീഷൻ. അപ്പം അദ്ദേഹത്തിന് അത് വിശദീകരണം നൽകാൻ കഴിയും. എന്നാൽ സഭയുടെ പൊതുവായ പാരമ്പര്യത്തോട് ചേർന്ന് പോകുന്നതേ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റൂ. സഭയുടെ പൊതുവായ പാരമ്പര്യത്തിന് വിരുദ്ധമായിട്ട് ഒരു മെത്രാന് ആ സഭയിൽ ചെയ്യാൻ പറ്റില്ല. ചുരുക്കത്തിൽ എന്തും ചെയ്യാനുള്ള, തോന്നിയാസം പോലെ എന്തും ചെയ്യാനുള്ള, കൂട്ടിച്ചേർക്കാനോ റദ്ദാക്കാനോ എടുത്തു കളയാനോ കൂട്ടിച്ചേർക്കാനോ ഒന്നുമുള്ള വിശേഷ അധികാരമല്ല ഈ മെത്രാന്റെ പ്രിവിലേജ് അല്ലെങ്കിൽ പ്രൊറോഗേറ്റീവ് എന്ന് പറയണേ. ഇക്കാര്യത്തിൽ സഭ പിന്തുടരുന്ന നിയമം തന്നെ എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു, ദ പാരന്റ് ലിറ്റർജിക്കൽ ട്രഡീഷൻ ഓഫ് ദ ചർച്ച്. സഭയുടെ പൈതൃകം, അതിൻ്റെ പാരന്റ് ലിറ്റർജിക്കൽ ട്രഡീഷൻ, അതിൻ്റെ ഏറ്റവും തുടക്കത്തിലുള്ള ഉറവിടത്തിലുള്ളത് എന്താണോ അത് ഫോളോ ചെയ്യണം. മാതൃസഭയുടെ സീറോ മലബാർ സൂയിയൂരിസ് എന്ന മാതൃസഭയുടെ പൊതു പൈതൃകത്തിൽ നിന്ന് വ്യതിചലിക്കാനുള്ള അധികാരം ഒരു മെത്രാനും ഒരു വിശേഷ അധികാരത്താലും നൽകപ്പെട്ടിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സഭയിൽ ഇങ്ങനെ രണ്ട് പക്ഷം ക്രിയേറ്റ് ചെയ്ത് അതുകൊണ്ട് ഒരുമയുണ്ടാക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന വിശേഷ അധികാരങ്ങൾ ഒരുമയ്ക്ക് പകരം, ഐക്യതയ്ക്ക് പകരം വിഭാഗീയത ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് തീർത്തും തെറ്റാണ്. ഈ കാനൻ നിയമം, ഈ CCEO സീറോ മലബാർ സഭയുടെ കാനൻ നിയമം 27 മുതൽ 41 വരെ അതിൻ്റെ ബേസിക് ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ ലത്തീൻ സഭയെ അന്ധമായി അനുകരിക്കാനുള്ള ഒരു പ്രവണതയുണ്ട്. ഈ എറണാകുളം പക്ഷത്തിന് ലത്തീൻ സഭയെ അന്ധമായിട്ട് അനുകരിക്കുക, അത് പാടില്ല എന്ന് വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണിത്. അതായത് അതൊരു കുറേ ആളുകൾ തെറ്റിദ്ധരിക്കപ്പെട്ട കുറേ ആളുകൾ ഉള്ളത് കൊണ്ട്, ഇപ്പം നമ്മുടെ സഭയിൽ, ഇപ്പം നമ്മുടെ ഇന്ത്യ മഹാരാജ്യം തന്നെ എടുക്കുക. ഈ സ്വാതന്ത്ര്യ സമരകാലത്ത് 2 രാജ്യം ഉണ്ടാക്കി ഇല്ലേ, ഇന്ത്യയും പിന്നെ മുസ്ലിംസ് വേറെ രാജ്യം. അപ്പം അങ്ങനെ ഉണ്ടാക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? കുറേ പേര് അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ട് രാജ്യം വിഭജിക്കപ്പെട്ടു. കുറേ പേരുടെ തെറ്റിദ്ധാരണ മൂലമാണ്. ശരിക്കും ലോബിയിങ് എല്ലാം വഴി ചെയ്തതാണ്. ഇതുപോലൊരു പ്രശ്നം നമ്മുടെ സഭയിൽ പാറക്കട്ടിൽ പിതാവ് തുടങ്ങി വെച്ചു. അദ്ദേഹമാണ് സഭ എന്നും അദ്ദേഹം മാർപ്പാപ്പയ്ക്ക് മുകളിലാണെന്നും അദ്ദേഹം ഉണ്ടാക്കുന്ന ഭാരതീയ പൂജയോ അതൊക്കെ ശരിയെന്നും ബ്രാഹ്മണ്യമാണ് ശരിയെന്നൊക്കെ അദ്ദേഹം തെറ്റിദ്ധരിച്ചു. ഇന്ത്യൻ സംസ്കാരം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ്യമാണ്. അപ്പോൾ ഈഴവരും വേണ്ട, നായന്മാരും വേണ്ട, ക്രിസ്ത്യാനികളും വേണ്ട, മുസ്ലിംസും വേണ്ട, ബ്രാഹ്മണ്യം മാത്രമാണെന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ചു. അതിൻ്റെ പിന്നാലെ പോയി. അദ്ദേഹം അത് വത്തിക്കാൻ സൂനബോസിൽ അവതരിപ്പിക്കുകയും ചെയ്തു, ബ്രാഹ്മണ്യമാണ് ശരി എന്നുള്ള മട്ടിലൊക്കെ. തലശ്ശേരി പിതാവും വള്ളപ്പള്ളി പിതാവും ഉണ്ടായിരുന്നു 2ാമത്തെ സൂനബോസിൽ. അദ്ദേഹം പറഞ്ഞു അങ്ങനെയല്ല അത് വേണ്ടത്. പക്ഷെ ഇതൊന്നും ഉൾക്കൊള്ളാനോ പഠിക്കാനോ നമ്മുടെ ആളുകൾ തയ്യാറാകാത്തത് കൊണ്ട് നമ്മുടെ സഭയിലൊരു വല്ലാത്ത വിഭാഗീയ ചിന്താഗതിയുണ്ട്, ശീഷ്മ. ആ ശീഷ്മയിൽ വിഭാഗീയത ഒരു പിളർപ്പിലേക്ക് പോകാതിരിക്കാൻ മെത്രാന്മാർക്ക് ചില അധികാരങ്ങൾ കൊടുത്തു. അത് പക്ഷേ വിവേകത്തോട് ഉപയോഗിക്കണം, വകതിരിവോടെ. സ്വന്തം അധികാരം സ്ഥാപിക്കാനല്ല, മറിച്ച് ഐക്യത വരുത്താനാണ്. ഐക്യത വരുത്താൻ അങ്ങനെ സാധിക്കുന്ന സ്ഥലങ്ങളിൽ, ഐക്യത ഉള്ള സ്ഥലങ്ങളിൽ എന്തിനാണ് ഈ ഒരു വിഭാഗീയത ഉണ്ടാക്കണേ?
അവിടെയാണ് പ്രശ്നം. ചുരുക്കത്തിൽ ഒരു ഏറ്റവും പുതിയ തക്സയില് സർവാധിപനം പാട്ട് പാടുമ്പോൾ വൈദികൻ ഇല്ലേ മതബഹലിക്ക് തിരിയണമെന്ന് അവിടെ എഴുതിയിട്ടില്ല എന്നും പറഞ്ഞിട്ട് തിരിയണ്ട എന്ന് ചിലര് അച്ഛന്മാരോട് പറയാണ്. തിരിഞ്ഞാൽ നിന്നെ ഞാൻ ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ ഭീഷണിപ്പെടുത്തി അച്ഛന്മാരെ ഒരു തരം മെന്റൽ ട്രൗമയിലാക്കി ഈ അധികാരം സ്ഥാപിച്ചിട്ട് എന്താണ് നേടുന്നത്? അവിടെ എഴുതിയിട്ടുണ്ട്, ആ തക്സയിൽ എഴുതിയിട്ടുണ്ട്, ഇപ്പോൾ മധുബക വിരി തുറക്കുന്നു. അവിടെ എഴുതിയിട്ടുണ്ട് മധുബക വിരി തുറക്കുന്നു. അപ്പോൾ അങ്ങനെ പലയിടത്തും മധുബക വിരി ഇല്ലെങ്കിലും അവിടെ എഴുതിയിട്ടുണ്ടല്ലോ, തക്സയിൽ എഴുതിയിട്ടുണ്ട് മധുബക വിരി തുറക്കുന്നു. അവ തുറക്കുമ്പോൾ മധുബക വിരി തുറക്കുമ്പോൾ, സ്വർഗം തുറക്കുമ്പോൾ എല്ലാവരും ഈശോയെ കുമ്പിട്ട് ആരാധിച്ച് നമിക്കുന്നു. അപ്പോൾ ഒരാൾ മാത്രം അവിടെ നമിക്കാതെ ഇങ്ങോട്ട് തിരിഞ്ഞു നിന്ന് നിങ്ങൾക്ക് നമിക്കുന്നുണ്ടോ നോക്കട്ടെ എന്നുള്ള മട്ടിൽ നിന്നാൽ അവൻ ഈശോയെ നമിക്കുന്നതാണോ, ഈശോയെ ആരാധിക്കുകയാണോ, ദൈവത്തെ ആരാധിക്കുകയാണോ? കോമൺ സെൻസ് നമ്മുടെ സംഗതിയില്ലേ, കോമൺ സെൻസ്, സാമാന്യബോധം. ഇംഗ്ലീഷിൽ വേറെ ചൊല്ല് പറയും, കോമൺ സെൻസ് ഇസ് നോട്ട് വെരി കോമൺ. ഈ സാമാന്യബോധം എല്ലാവർക്കും ഇല്ല, കോമൺ സെൻസ് എല്ലാവർക്കും ഇല്ല. കോമൺ സെൻസ് ഇല്ലാത്ത നേതൃത്വം വന്നാൽ ഇത് തന്നെ പ്രശ്നം. കോമൺ സെൻസ് ഉള്ള അച്ഛന്മാരെ പോലും വഴിതെറ്റിക്കുകയാണ്. അപ്പം ഈ സാങ്കേതികത്വം പറഞ്ഞിട്ട്, അതായത് ആ സമയത്ത് ബലിപീഠത്തിലേക്ക് തിരിയാൻ, മധുബലിക്ക് തിരിയാൻ അവിടെ എഴുതിയിട്ടില്ല എന്ന ന്യായം പറഞ്ഞ് വൈദികർ ദൈവത്തിങ്കിലേക്ക് തിരിയരുത്, ഈശോയിലേക്ക് തിരിയരുത്, തിരിഞ്ഞാൽ നിങ്ങളെ ഞാൻ ശിക്ഷിക്കുമെന്ന് ഒരു മേലധ്യക്ഷൻ പറഞ്ഞാൽ അദ്ദേഹം കത്തോലിക്കനാണോ? അദ്ദേഹത്തിന് ദൈവത്തിൽ വിശ്വാസമുണ്ടോ? ഈശോയോട് അദ്ദേഹത്തിന് കൂറുണ്ടോ? ഈ സഭയെ സ്നേഹിക്കുന്നുണ്ടോ? ഒരു അധികാര സ്ഥാനത്ത് വന്നു ഒറ്റ കാരണം കൊണ്ട് ഇതുപോലെ മനുഷ്യരെ പീഡിപ്പിക്കാമോ? അപ്പൊ ഇവിടെ ഒരു ദുരുദ്ദേശമുണ്ട്. എന്താണ് ദുരുദ്ദേശം? കർത്താവിങ്കിലേക്ക് ഈ ലോകത്തെ ജനങ്ങൾ മുഴുവൻ തിരിക്കുക എന്നതാണ് സഭയുടെ നിലനിൽപ്പിന്റെ ലക്ഷ്യം തന്നെ. ആ ലക്ഷ്യം നിറവേറ്റാനാണ് മെത്രാൻ. അതിന് വിരുദ്ധമായ ഒരു ആചാരം, അതായത് ദൈവത്തെങ്കിലേക്ക് തിരിയുക ലോകത്തെ മുഴുവൻ, അത് കവതാശികമായിട്ട് കുർബാനയിൽ അല്ലാതെയും തിരിക്കണം. അങ്ങനെയാണ് സുവിശേഷ പ്രഘോഷണം. അപ്പൊ എല്ലാവരെയും ദൈവത്തിന്റെ ആൾക്കാരും ഈ ബലിപീഠത്തിന് ചുറ്റും കൊണ്ടുവന്നിട്ട് ദൈവത്തെങ്കിലേക്ക് തിരിക്കുക എന്നൊരു ഒറ്റ ലക്ഷ്യത്തിനാണ് സഭ നിലനിൽക്കുന്നത് തന്നെ. ആ സഭ നിലനിൽക്കുന്നത് അതിനു വേണ്ടിയാണ്, അതിന്റെ നേതാക്കന്മാർ അതിനു വേണ്ടിയാണ്. അങ്ങനെ ഇരിക്കുന്ന നേതൃസ്ഥാനത്തിൽ ഇരിക്കുന്ന ഒരാള് ദൈവത്തെങ്കിലേക്ക് അച്ഛന്മാർ നോക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ, ഈ ലോകം മുഴുവൻ ദൈവത്തെങ്കിലേക്ക് തിരിയണമെന്ന് പറയുകയും അച്ഛന്മാരെ ദൈവത്തെങ്കിലേക്ക് നോക്കാൻ പാടില്ല എന്ന് പറയുകയും ചെയ്തുകൊണ്ടിരുന്നെന്ന് ഓർക്കണേ, ചെയ്തുകൊണ്ടിരുന്ന സജീവമായ പാരമ്പര്യ. അത് ചെയ്യരുതെന്ന് പറയുമ്പോൾ അതിനകത്തൊരു ദുരുദ്ദേശമില്ലേ? എന്താണ് ദുരുദ്ദേശം? ദുരുദ്ദേശം എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. അതായത് ഈ ചങ്ങനാശ്ശേരിക്കാരുടെ കൽതായ വൽക്കരണം എന്നൊക്കെ പറഞ്ഞ് കുറെ വർഷങ്ങൾ സഭയിൽ ചീഷ്മയും വിഭാഗീയത ഉണ്ടാക്കി. ഇപ്പം അതെല്ലാം തോറ്റ് തുന്നം പാടി. ഈ വലിയ ശക്തി ഉണ്ടായിരുന്നു ഈ എറണാകുളം പക്ഷത്തിന്, ഇപ്പം അത് തോറ്റ് തുന്നം പാടി. ഈ ഏകീകൃത രൂപം സീറോ മലബാർ സഭയിലെ 34 രൂപത്തിലും അംഗീകരിച്ചു കഴിഞ്ഞു. എറണാകുളം അങ്കമാലി അതിരൂപിലെ 95% ജനങ്ങൾക്കും ഇത് വേണം. പക്ഷെ അവിടെയുള്ള വിമത വൈദികർ സമ്മതിക്കാത്തതുകൊണ്ട് നടപ്പാവുന്നില്ല. അതിൻ്റെ പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നു. പക്ഷെ അവരുടെ ആ സംഗതി പൊളിഞ്ഞില്ലേ? ഇത് കൽതായ കൂറന്തായ എന്ന് പറഞ്ഞിട്ടുള്ള ആ ആർഗ്യുമെന്റ് പൊളിഞ്ഞു. സീറോ മലബാർ സഭയിൽ മൊത്തത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞല്ലോ. അപ്പൊ തങ്ങളുടെ ഈ പറഞ്ഞ ഈ അവരുടെ എല്ലാ പ്രൊപ്പഗാൻഡ, അതായത് വെറുപ്പിന്റെ പ്രൊപ്പഗാൻഡ പൊട്ടിപ്പൊളിഞ്ഞ് പാളിസായി, പരാജയപ്പെട്ട് തോറ്റു തുന്നം പാടി. ആ ജാള്യത മറയ്ക്കാൻ അതിനുവേണ്ടി നിലകൊണ്ട കുറെ ആളുകളുണ്ട്. ഈ പറഞ്ഞ വിഭാഗീയത ഉണ്ടാക്കിയ ആളുകൾ, അവർ തോറ്റു തുന്നം പാടി. അവർ ശക്തിയുള്ളവരായിരുന്നു, പണമുള്ളവരായിരുന്നു, ഒക്കെയായിരുന്നു. പക്ഷേ കർത്താവിൻ്റെ പരിപാടി അവർക്കെതിരായിരുന്നു. അതുകൊണ്ട് അവർ തോറ്റു തുന്നം പാടി. സീറോ മലബാർ സഭയെ എങ്ങനെയൊക്കെ വിഭജിക്കാമെന്ന് അവർ കരുതിയെങ്കിലും വിഭജിക്കാൻ പറ്റാതെ പോയി. പീഡിപ്പിച്ച ഒരുപാട് ഇപ്പോഴും പീഡിപ്പിക്കുന്നു, പക്ഷേ വിഭജിക്കാൻ പറ്റിയില്ല. ആ ജാള്യത മറയ്ക്കാൻ അവർ ഉയർത്തിക്കൊണ്ടുവന്നിരുന്ന കുറെ സംഗതികളുണ്ടല്ലോ. ഇത് കൽതായക്കാരനാണ്, കൂറന്തായാണ്, മറ്റതാണ്, മറിച്ചതാണ്. അതെല്ലാം എങ്ങനെയെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കുത്തിക്കയറ്റിയിട്ട് സഭയിൽ ശീഷ്മയുണ്ടാക്കാനുള്ള കുൽസിത ശ്രമം, അതാണ് ഈ ദുരുദ്ദേശം. തോറ്റുപോയി. ഈ എറണാകുളം പക്ഷത്തിന്റെ തെറ്റായ ആർഗ്യുമെന്റ്സ് ആണ് തോറ്റുപോയത്. ആ തോറ്റുപോയ പരാജയത്തെ, ആ പരാജയം, അതിന്റെ ജാള്യത മറയ്ക്കാൻ ഈ എറണാകുളം പക്ഷത്തിന് വേണ്ടി നിലകൊണ്ട കുറെ ആളുകൾ അന്നുകൊണ്ട് ഇപ്പോഴും ഉണ്ട്.
അവരുടെ ജാളിത മറയ്ക്കാൻ വേണ്ടി എവിടെയൊക്കെ സത്യവിശ്വാസത്തിൽ, എവിടെയൊക്കെ വിശുദ്ധ പാരമ്പര്യത്തിൽ ഇങ്ങനെ ഏച്ചുകെട്ടൽ വരുത്തി ഈ ശീഷ്മയുടെ അംശങ്ങൾ നിലനിർത്താൻ കഴിയുമോ, ഈ വിഭാഗിതയുടെ അംശങ്ങൾ നിലനിർത്താൻ കഴിയുമോ എന്ന് അവർ പഴുതു നോക്കുക. പൈശാചിക കുൽസിത ശ്രമമാണത്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അതാണ്. അതും പരാജയപ്പെടും, അത് വേറെ കാര്യം, അതും പരാജയപ്പെടും. പക്ഷെ അതിന് അവർ പറഞ്ഞ ന്യായം എന്താണ്? ഇതൊരു പ്രവാസി രൂപതയാണ്, ഇവിടെ മറ്റു രൂപതകളുടെ വികാരം മാനിക്കണം. അതൊരു തൊടുന്യായമാണ്, വിലപ്പോകാത്ത തൊടുന്യായം. പല കാരണങ്ങളുണ്ട്. ഒരു കാരണം, എല്ലാ രൂപതകളും ഐക്യത്തിലേക്ക് വരാൻ വേണ്ടിയല്ലേ ഏകീകൃത രൂപം സ്വീകരിച്ചത്? അത് 34 രൂപതകളും സ്വീകരിച്ചില്ലേ? പ്രാദേശിക വികാരം പറഞ്ഞ് ഈ പലതരത്തിലുള്ള കുർബാന ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഏകീകൃത കുർബാന സ്വീകരിച്ചത്. പ്രാദേശിക കാര്യങ്ങൾ പറഞ്ഞ്, പ്രവാസി രൂപതയാണെങ്കിലും മറ്റെവിടെയാണെങ്കിലും പ്രാദേശിക കാര്യങ്ങൾ പറഞ്ഞ് ഏകീകൃത രൂപത്തിന് തുരങ്കം വെക്കാതിരിക്കാനാണ് ഏകീകൃത രൂപം സ്വീകരിച്ചത്. അതുകൊണ്ട് ആ ഏകീകൃത രൂപം എല്ലാവരുടെയും സ്വീകരിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു പ്രാദേശിക വികാരം, ആ പ്രാദേശിക വികാരം എന്ന് പറയുന്നത് സഭാവിരുദ്ധമാണെന്ന് ഓർക്കണം. അത് സഭാവിരുദ്ധമാണെന്ന് മാത്രമല്ല, ശീഷ്മയാണെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ ശീഷ്മയായ പ്രാദേശിക വികാരത്തെ, ഇത് പ്രവാസി രൂപതയാണ്, അതുകൊണ്ട് ആ ശീഷ്മയുടെ ഘടകം ഇവിടെ വേണമെന്ന് പറയുമ്പോൾ അതെത്രയോ വലിയ തിന്മയാണ്. ശീഷ്മയിലായിരിക്കുന്ന ഒരു പ്രദേശത്തിന്റെ പ്രാദേശിക വികാരം ഈ പ്രവാസി രൂപതയിൽ വേണമെന്ന് അവിടുത്തെ തലവൻ പറയുമ്പോൾ അദ്ദേഹം തന്നെ ശീഷ്മയ്ക്ക് നേതൃത്വം കൊടുക്കുകയാണ്. ഈ ഇദ്ദേഹം ഉൾപ്പെട്ട സിനഡിന് അംഗീകരിക്കാത്ത ഒരു അതിരൂപതയിലെ വിഭാഗീയത ശീഷ്മ തന്റെ രൂപതയിൽ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തുമ്പോൾ അത് ഭയങ്കരമായ തെറ്റാണ്. അപ്പൊ വീണ്ടും പറയാം, ചങ്ങനാശ്ശേരിയുടെ പ്രാദേശിക വികാരം മാത്രം നോക്കിയാൽ പോരാ. ഇപ്പൊ ചങ്ങനാശ്ശേരിയുടെ പ്രാദേശിക വികാരത പറയാൻ പറ്റില്ലല്ലോ. പണ്ട് വേണമെങ്കിൽ പറയാമായിരുന്നു, അതും ശരിയായിരുന്നില്ല, എന്നാലും പറയാമായിരുന്നു. ഇപ്പൊ സീറോ മലബാർ സഭയുടെ ആഗോള വികാരതാണ്, എല്ലാ രൂപതകളും അംഗീകരിച്ചേണ്ടതാണ്. അതുകൊണ്ട് ചങ്ങനാശ്ശേരിയുടെ പ്രാദേശിക വികാരം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവരാൻ, എൻ്റെ രൂപതയിൽ കൊണ്ടുവരാൻ പറ്റില്ലെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ചങ്ങനാശ്ശേരിയുടെ പ്രാദേശിക വികാരമായിരുന്ന വികാരമാണ് സീറോ മലബാർ സഭയുടെ ആഗോള വികാരം. അതാണ് സ്വീകരിക്കപ്പെട്ടിരിക്കുന്നത്, അതാണ് ഏകീകൃത രൂപം. അതിന് അവർ കുറെ വിട്ടുവീഴ്ച ചെയ്തു, ഈ ചങ്ങനാശ്ശേരി പക്ഷക്കാരും വിട്ടുവീഴ്ച ചെയ്തു. അതിനാണ് ഏകീകൃതം എന്ന് പറയണേ. അവിടെ മുഴുവൻ സമയവും ദൈവോന്മുഖമായിട്ട് ചൊല്ലിയിരുന്നേ. സഭയിൽ ഐക്യമുണ്ടാകട്ടെ എന്ന് കരുതിയിട്ട് ഈ ചങ്ങനാശ്ശേരി പക്ഷം എന്ന് പറയാം, അങ്ങനെ പക്ഷമില്ലെങ്കിലും ആ സഭയുടെ പക്ഷക്കാർ വിട്ടുവീഴ്ച ചെയ്തു. ആ വിട്ടുവീഴ്ച ചെയ്തതിനെ ഏകീകൃതം എന്ന് പറഞ്ഞേ, അതാണ് ശരിക്കുള്ള സമവായം. അങ്ങനെ വിട്ടുവീഴ്ച ചെയ്തത് എന്തിനാണ്? എല്ലാവരും സ്വീകരിക്കാൻ വേണ്ടി. അങ്ങനെ ആഗോള സഭ, അതായത് സീറോ മലബാർ സഭ എന്ന ആഗോള സഭ ഇത് സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ചങ്ങനാശ്ശേരി പക്ഷത്തിന് പ്രാദേശിക വികാരം എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരൊറ്റ പക്ഷേ ഉള്ളൂ, സീറോ മലബാർ പക്ഷം. അതിനെതിരെ നിൽക്കുന്ന ഒരു സംഗതിയുണ്ട്, അത് ഏകം സ്വതന്ത്ര സഭയുടെ ശീഷ്മക്കാരുടെ പക്ഷം. അത് കത്തോലിക്ക സഭയിൽ വേണ്ടല്ലോ, സീറോ മലബാർ സഭയിൽ വേണ്ടല്ലോ. അതുകൊണ്ട് ശീഷ്മക്കാരുടെ വിഭാഗീയതയുള്ളവരുടെ ഏകം സ്വതന്ത്ര സഭ എന്ന് പറഞ്ഞ് നടക്കുന്നവരുടെ വികാരം മാനിക്കണമെന്ന് ഏതെങ്കിലും പ്രവാസി സ്ഥലത്ത് മെത്രാനോ അധ്യക്ഷനൊക്കെ പറഞ്ഞാൽ അത് ശീഷ്മയെ പരസ്യമായി അംഗീകരിക്കാൻ തുല്യമാകും. അതുകൊണ്ട് തന്നെ ജനങ്ങൾ അതിനെ എതിർക്കും. കാരണം ഞാൻ എപ്പോഴും പറയുന്നൊരു സംഗതിയുണ്ട്, നമ്മുടെ എൻ്റെ വാതിൽ എപ്പോഴും തുറന്നു കിടക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പയുമായുള്ള ആദ്യത്തെ ഇന്റർവ്യൂ ആണ്. വത്തിക്കാനിൽ അന്നത്തെ അന്തോണിയസ് പതാര എന്ന് പറഞ്ഞ അന്ന് വത്തിക്കാനിലെ ഏറ്റവും വലിയ ഒഫീഷ്യൽ ഒരാളാണ്. അദ്ദേഹമാണ് ഇന്റർവ്യൂ നടത്തിയത്. ഞാനത് മലയാളത്തിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, മാർപ്പാപ്പ പറയുന്നുണ്ട്, ദൈവജനത്തിന്റെ വിശ്വാസത്തിന് ഒരു അപ്രമാദിത്വമുണ്ട്. ആ അപ്രമാദിത്വത്തിലാണ് മാർപ്പാപ്പ പങ്കുപറ്റുന്നത്. സഭയിലെ ദൈവജനത്തിന് ദൈവജനത്തിന്റെ വിശ്വാസത്തിന് ഒരു അപ്രമാദിത്വമുണ്ട്. ആ അപ്രമാദിത്വത്തിലാണ് മാർപ്പാപ്പ പങ്കുപറ്റുന്നത്. എത്രയോ ദൈവശാസ്ത്രജ്ഞന്മാർ വന്നു, എന്തെല്ലാം തോന്നിയാസങ്ങൾ പഠിപ്പിച്ചു, അത് വല്ലതും വിജയിച്ചോ? ഇല്ലല്ലോ. എത്രയോ ലിറ്റർജിസ്റ്റുകൾ തെറ്റായ കാര്യങ്ങൾ പഠിപ്പിച്ചു, ഊട്ടുപുരയാണ്, മറ്റതാണ്, മറിച്ചതാണ്, അത് വല്ലതും നടന്നോ? ഇല്ല. സഭയിലെ ദൈവജനത്തിന്റെ വിശ്വാസത്തിന് ഒരു അപ്രമാദിത്വമുണ്ട്. ആ അപ്രമാദിത്വത്തിന് ആണ് മാർപ്പാപ്പ പോലും പങ്കുപറ്റുന്നത്. അതുകൊണ്ട് ഈ സത്യവിശ്വാസമുള്ള ദൈവജനം ഇത്തരം ശീഷ്മകളെയും വിഭാഗിതകളെയും ഇല്ലാത്ത അധികാരങ്ങളെയും പിന്നെ ഈ പറഞ്ഞ സഭയുടെ സജീവമായ പാരമ്പര്യത്തെ മാറ്റിമറിക്കൽ ശ്രമങ്ങളെയും തിരിച്ചറിയുകയും അതിന് തടയിടുകയും ചെയ്യും. ഒരു അവസാന കാര്യം കൂടി ചോദിച്ച് ഞാൻ നിർത്തുകയാണ്. എന്തിനാണ് ഈ നേതൃത്വം ദൈവജനത്തെ ശത്രുക്കളാക്കുന്നത്? എന്തിനാണ് ഈ നേതൃത്വം ഒരു വിമത ഗ്രൂപ്പിനെ സൃഷ്ടിക്കുകയാണ് അവർ ഓരോ സ്ഥലത്തും?
എന്തിനാണ് ഈ വിമത ഗ്രൂപ്പിന് സൃഷ്ടിച്ച് പിന്തുണ കൊടുക്കുന്നത്? ഈ വിഭജനം, ശീഷ്മ എന്തിനാണ് അവർ വളം വെച്ച് അവരെ സൃഷ്ടിക്കുന്നത് എന്തിനാണ്? എറണാകുളത്ത് സൃഷ്ടിച്ചു, പരാജയപ്പെട്ടു. ഇപ്പോൾ വേറെ സ്ഥലത്ത് സൃഷ്ടിക്കുന്നത് എന്തിനാണ്? ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അവർ ഉണ്ടാക്കിയ ഈ 1968 വത്തിക്കാനെ കബളിപ്പിച്ച് ഉണ്ടാക്കിയ ജനാഭിമുഖം എന്ന് പറഞ്ഞ സംഗതി തോറ്റു തുന്നം പാടിയപ്പോൾ അതിന്റെ പരാജയത്തിന്റെ ജാളിത മറയ്ക്കാനായിട്ട് ദൈവത്തോടും ദൈവജനത്തോടും യുദ്ധം ചെയ്യാണ്. വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ലേ 12-ാമത്തെ അധ്യായത്തില് മിഖായേല് അവിടെ യുദ്ധം ചെയ്ത് സാത്താൻ പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഭൂമിയിൽ സ്ത്രീയുടെ സന്തതികളെ പരീക്ഷിക്കാൻ വേണ്ടി വന്നു എന്ന് പറഞ്ഞതുപോലെ എറണാകുളത്ത് തോറ്റ് തുന്നം പാടി കഴിഞ്ഞപ്പോൾ ഇപ്പോ വേറെ സ്ഥലത്തെ ദൈവജനത്തെ പീഡിപ്പിക്കാൻ വേണ്ടി സാത്താൻ ലൂസിഫർ ഇറങ്ങി വന്നിരിക്കുകയാണ്. ആ ശീഷ്മയെ സജീവമാക്കി നിലനിർത്താനുള്ള കുൽസിത ശ്രമങ്ങളാണ് ഈ നടക്കുന്നത്. വളരെ ഭംഗിയായിട്ട് പോയിരുന്ന അവിടെ സജീവമായിട്ട് നടന്നിരുന്ന സ്ഥലത്താണ് ഈ വിഭാഗീയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ശീഷ്മയുണ്ടാക്കി പ്രശ്നമുണ്ടാക്കുന്നത്. എന്ത് നേട്ടം? പിശാചനെ സേവിക്കാമെന്നല്ലാതെ കർത്താവിനെയോ കർത്താവിൻ്റെ ജനത്തെയോ അതുകൊണ്ട് സേവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പിശാചിന് അന്തിമ പരാജയമാണ്, ക്രിസ്തുവിനാണ് അന്തിമ വിജയം. അതുകൊണ്ട് ഈ സജീവമായി വിശ്വാസത്തിന് വേണ്ടി നിലനിൽക്കുന്ന ആളുകളെ വിജയിക്കൂ, അവരെ വിജയിക്കൂ. എന്നെ അനുസരിക്കണം, ഞാനാണ് അധികാരി എന്നൊക്കെ പറഞ്ഞു വന്നാൽ അവരനുസരിക്കില്ല. കാരണം തെറ്റായ കാര്യമാണ് അനുസരിക്കാൻ പറയുന്നത്, അധാർമിക കാര്യമാണ് അനുസരിക്കാൻ പറയുന്നത്, സഭയുടെ വിശ്വാസത്തിനെതിരായ കാര്യമാണ് അനുസരിക്കാൻ പറയുന്നത്. ശീഷ്മ ഉണ്ടാക്കാനാണ് അവർ ആവശ്യപ്പെടുന്നത്. അത് ദൈവജനം ചെയ്യില്ല. സഭാചരിത്രം 2000-ന് മേലെയുള്ള സഭാചരിത്രം ഇങ്ങനെയുള്ള ഈ വേദ വിപരീതത്തിനെതിരെ, പാഷാണ്ഡതകൾക്കെതിരെ, ശീഷ്മകൾക്കെതിരെയുള്ള പോരാട്ടമായിരുന്നു. ഇന്നും അത് തുടരുന്നു, അത് തുടരുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇനിയും ഇത്തരം വെറുതെ ഈ ഇത്തരം തോറ്റിട്ടും പാഠം പഠിച്ചില്ല എന്നുള്ള സങ്കടമാണ് കേട്ടോ. ഫറവോയുടെ കഥ പറഞ്ഞ പോലെയാ. എത്രയോ പ്ലേഗുകൾ, എത്ര ഇങ്ങനെ മഹാമാരികൾ കഴിഞ്ഞിട്ട് മനസ്സിലായില്ലെന്ന് പറയുന്നത് വളരെ സങ്കടമാണ്. മൊത്തം കടലിൽ മുക്കി കളയണോ? അതുകൊണ്ട് ഇപ്പോഴാണ്, ഈ നോമ്പുകാലമാണ് മാനസാന്തരത്തിൻ്റെ സമയം. പിടിവാശി ഉപേക്ഷിച്ച് ദൈവജനത്തിനെ സേവിക്കുന്ന നേതാക്കന്മാരുണ്ടായാൽ, നമ്മുടെ സഭയുടെ വിശ്വാസത്തെ സ്നേഹിക്കുന്ന, നമ്മുടെ തനത് ദൈവശാസ്ത്രത്തെയും ആചാരങ്ങളെയും സ്നേഹിക്കുന്ന, അതിനോട് കൂറ് പുലർത്തുന്ന നേതൃത്വം ഉണ്ടാകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ നിങ്ങളും ഈ നേതൃത്വത്തിലുള്ളവരും ആഗ്രഹിച്ചാൽ നമ്മുടെ സഭയിൽ ഐക്യമുണ്ടാകും, സ്നേഹമുണ്ടാകും. നമ്മുടെ സഭ ലോകത്ത് മുഴുവൻ തിളങ്ങി നിൽക്കുന്ന, വിളങ്ങി നിൽക്കുന്ന രക്ഷയുടെ ഉപകരണമായി തീരും. അങ്ങനെ സംഭവിക്കട്ടെ, അതിനുള്ള എളിമയുണ്ടാകട്ടെ. പറഞ്ഞതിൻ്റെ പേരിൽ ഇങ്ങനെ കോപം കൊണ്ട് ജ്വലിക്കാതെ എളിമയോടെ സ്വീകരിക്കാൻ തയ്യാറാകണമെന്ന് വിനീതമായി ഞാൻ അപേക്ഷിക്കുകയാണ്. എളിമയോടെ, ഞാൻ താഴ്മയോടെ അപേക്ഷിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ സഭ തിളങ്ങി വിളങ്ങി നിൽക്കുക എന്നുള്ള കാര്യം. നോമ്പുകാലത്തിൻ്റെ ചൈതന്യം, ഈ മാനസാന്തരം, പശ്ചാത്താപം, അതിലൊന്ന് എളിമപ്പെടുന്നത് തെറ്റല്ല എന്ന് തിരിച്ചറിയാൻ കഴിയട്ടെ എന്ന് അപ്പോൾ തിളങ്ങി നിൽക്കുമെന്നാണ് ഞാൻ ഇന്നലെ മറിയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞത്. അവള് അങ്ങേറ്റം ഉയർത്തപ്പെട്ടവളാണ്, പക്ഷെ അങ്ങേയറ്റം താഴ്ത്തപ്പെട്ടവളുമാണ്. അങ്ങനെയാണ് കർത്താവ് പഠിപ്പിച്ചത്. മരണത്തോളം തന്നെ അനുസരണമുള്ളവനെ താഴ്ത്തിയപ്പോഴാണ് അവൻ എല്ലാത്തിനും ഉപരിയായി ഉയർത്തപ്പെട്ടത്. നമ്മളും അങ്ങനെയാണ്. നിങ്ങളും ഉയർത്തപ്പെട്ടിരിക്കുന്നു, പക്ഷെ അങ്ങേറ്റം താഴ്ത്തപ്പെടാനും തയ്യാറാകണമെന്ന് വിനീതമായിട്ട് വീണ്ടും വീണ്ടും അപേക്ഷിക്കുകയാണ് ദൈവജനത്തിന് വേണ്ടി. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.